ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു അടിപൊളി പാൻ കേക്ക് ഉണ്ടാക്കാം. നമുക്ക് ഉണങ്ങിയ ഒരു മിക്സി ജാർ എടുക്കണം കേട്ടോ. ഒട്ടും വെള്ളം ഉണ്ടാവരുത്. വെള്ളം തുടച്ച് നന്നായിട്ട് വെള്ളമില്ലാന്ന് ഉറപ്പ് വരുത്തുക. അതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ഒഴിക്കുക. 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. 1/4 കപ്പാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ഇതിലേക്ക് 2 ചെറിയ പഴം എടുത്തിട്ട് ഞാലിപ്പൂവിന്റെ പഴമാണ് കേട്ടോ. ഞാനിത് 2 ചെറിയ പഴം ഇതിലേക്ക് കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ബേക്കിംഗ് സോഡയാണ് എടുക്കണേ, 1/2 ടീസ്പൂൺ. നമുക്ക് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ബട്ടർ ഉരിക്കാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കണേ. ഇല്ലാന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിരിക്കണേ. 250 ml കപ്പിൽ നിറച്ച് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് മൈദയിലാണ് ചെയ്യണമെങ്കിൽ മൈദയിൽ ചെയ്യാം. ഇല്ലെങ്കിൽ പകുതി ഗോതമ്പ് പൊടിയും പകുതി മൈദയും കൂടി ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കുക. കപ്പിൽ 250 ml കപ്പിൽ നമ്മൾ ഫുൾ എടുത്തേക്കണേ കേട്ടോ. നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1 ടേബിൾ സ്പൂണ് പാലും കൂടി ഒഴിച്ചാണ് അടിച്ചെടുത്തത് കേട്ടോ. ഇതേ കണ്ടീഷനായിരിക്കണം കേട്ടോ. കയ്യിലേക്കൊന്ന് ബട്ടർ തൂത്ത് കൊടുക്കുക കേട്ടോ. ബട്ടറോ അല്ലെങ്കിൽ ഓയിൽ അതിന് തൂത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുക്കുക. അധികം തിന്നായി പരത്തരുത് കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിലിടാം കേട്ടോ. അപ്പം ഞാൻ ഇട്ടിട്ടുണ്ട്, ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക്. അതുപോലെ എല്ലാ ഹോൾസും വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി ചെയ്തുകൊണ്ടാണ് ഈ കളറ്. മൈദയിലാണെങ്കിൽ നമുക്ക് ചെറിയ ലൈറ്റ് യെല്ലോ കളർ പോലെ കിട്ടും കേട്ടോ. ഇത് ഞാൻ ഗോതമ്പ് പൊടിയിലാണ് എടുത്തത് കേട്ടോ. മൈദ അത്ര നല്ലതല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടിയിൽ എടുത്തത്. ഇപ്പം ഇതായിട്ടുണ്ട്, നമുക്കത് മാറ്റാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഒന്നുകൂടി തിന്നായിട്ട് പരത്തിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മടക്കി ഇതിൽ ഫ്രൂട്ട്സ് അതിൽ വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടാൻ രീതിയിൽ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്പം പാലും കൂടി കൂട്ടിയെടുത്തു ഇതിന് മുകളിൽ വേണമെങ്കിൽ നമുക്ക് അല്പം ബട്ടർ കൂടി തൂത്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ചെയ്യാത്. ഹോൾസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മുകളിലൊരു ചെറിയ കഷ്ണം ബട്ടർ വെച്ചിട്ട് തേൻ കൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം വെച്ചിട്ടുണ്ട്, എന്നിട്ട് അതിൽ കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക.